ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ചുള്ള പ്രചാരണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയതിൽ നിയമവഴിയിൽ കുടുംബം. വീഡിയോ പോസ്റ്റ് ചെയ്ത യുവതിക്കെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുടുംബം പരാതി നൽകി. ദീപകിന്റെ മരണത്തിലേക്ക് നയിച്ചത് യുവതിയുടെ ക്രൂരത. യുവതിയുടേത് മനഃപൂർവ്വം കരുതിക്കൂട്ടിയുള്ള പ്രവൃത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കൊലപാതക കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പരാതിയിൽ അമ്മ ഇപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ അമ്മനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു ദീപകിൻ്റെ. അപ്പോൾ അമ്മനോട് ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണേ, ഇങ്ങനെയൊക്കെ ഇതിൽ വന്നെന്നുള്ളത്. അമ്മ പുറത്ത് പോരൊന്നും വേണ്ടെന്നുള്ളൊരു ഇതിൽ പറഞ്ഞു. അപ്പോൾ അത് പരിഹരിക്കാമെന്നുള്ളൊരു കാര്യമാണ് അമ്മയും പറഞ്ഞത്. അപ്പോൾ അതൊന്നും ആരതും കേൾക്കാതെയാണ് ആളിത് ചെയ്തത്. അത് ഇവിടെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. കമ്മീഷണർ പറഞ്ഞ് വേണ്ട എല്ലാ നടപടിയും എടുക്കാൻ സ്വീകരിക്കാമെന്നുള്ളത് പറയണേ. ഇപ്പം തന്നെ ഫോർവേഡ് ചെയ്യും. നിങ്ങൾ പോയിട്ട് അവിടെ ACP കണ്ടാൽ മതി, കോളേജിലുള്ള ACP പോയി കണ്ടാൽ മതി എന്ന് പറയണേ. ഞങ്ങളിപ്പോൾ മനുഷ്യാവകാശത്തിന് കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് കളക്ടർക്ക് കൊടുക്കാനുണ്ട്, DGPക്ക് ഉണ്ട്, ഇവർക്കൊക്കെ മന്ത്രിക്കുണ്ട്, എല്ലാവർക്കും ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്. കൊലക്കുറ്റം തന്നെ ചുമത്തണം. ആകാശത്തിൽ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. ആകാശം, എന്താണെങ്കിലും നിയമവഴിയിലേക്ക് അവർ കൃത്യമായി തന്നെ കടക്കുന്നു. ഉടൻ തന്നെ അവർ പരാതി കൊടുക്കുന്നു. മാത്രമല്ല കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനും അടക്കം എല്ലാവർക്കും പരാതി കൊടുക്കുമെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഇതിലിപ്പോൾ പോലീസിന്റെ നടപടി ഏത് രീതിയിലായിരിക്കും? എന്തെങ്കിലും നടപടിയിലേക്ക് ഉടൻ കടക്കാനുള്ള സാധ്യതകളുണ്ടോ? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബ ആരംഭഘട്ടം എന്ന രീതിയിൽ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് തന്നെ പരാതി നൽകിയിരിക്കുകയാണ്. അമ്മയുടെ പേരിലാണ് പരാതി നൽകിയത്. അമ്മ കന്യകയുടെ പേരിലാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. അഭിഭാഷകനെ കണ്ടതിന് ശേഷം അഭിഭാഷകൻ തയ്യാറാക്കിയ പരാതിയാണ് ഇപ്പോൾ പോലീസിന് കൈമാറിയിരിക്കുക. അതിൻ്റെ ഭാഗമായി തന്നെ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നതും. ഈ സംഭവം നടന്നത് വെള്ളിയാഴ്ചയായിരുന്നു ഇയാൾ ഇത്തരത്തിൽ ജോലി ആവശ്യത്തിനായി കണ്ണൂർ പയ്യന്നൂർ വരെ പോകുന്നത്. അപ്പോഴാണ് ഈ തിക്കും തിരക്കുള്ള ബസ്സിൽ കയറിയപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ യുവതി ഒരു വീഡിയോ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇതിൽ മനംതൊന്നാണ് മകൻ ജീവനൊടുക്കിയത് എന്നാണ് കുടുംബം കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ യുവതിക്കെതിരെ കൊലക്കുറ്റ ചുമത്തണമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. സിറ്റി കമ്മീഷണർക്ക് പരാതി നൽകിയ തുടർന്ന് ഇനി ACPക്ക് അത് ഫോർവേഡ് ചെയ്യും. കൃത്യമായ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കും. ഇതിൻ്റെ പ്രാഥമികമായിട്ടുണ്ടാവുക ആദ്യം തന്നെ ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നതാണ്. യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ഏത് ബസ്സിലാണ് ഇവർ സഞ്ചരിച്ചത് എന്നത് ഇപ്പോഴും വ്യക്തതയായിട്ടില്ല. ആ ബസ് ഏതാണെന്ന് കൂടി തിരിച്ചറിഞ്ഞതിന് ശേഷം യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്താനായിരിക്കും പോലീസിൻ്റെ തീരുമാനം. എന്തായാലും പരാതിയുമായി ഇവർ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇതിൽ കൃത്യമായി ഈ പരാതിയിൽ പറയുന്നുണ്ട്, മനഃപൂർവ്വവും ക്രൂരവുമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. മനഃപൂർവ്വം ഒരു ഇതിന് വേണ്ടിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇടുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായി ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്ന് ഒരു ആരോപണം പറയുന്നു. ഇയാൾ വീട്ടിലെത്തിയതിനു ശേഷം ഈ ഒരു വീഡിയോ പ്രചരിച്ചതിന് ശേഷം ഇയാൾ വീട്ടിലെത്തിയപ്പോൾ ഈ കാര്യം അമ്മയോട് ഉൾപ്പെടെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ തന്നെ അമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. പിന്നീടാണ് മുറിയിൽ കയറി ആത്മഹത്യ ചെയ്തത്, സ്വയം ജീവൻ ഒടുക്കിയതെന്നാണ് പറയുന്നത്. ഇതിലെന്തായാലും അടുത്തതായിട്ട് കളക്ടറെ കാണാനാണ് ഇവർ പോകുന്നത്. കളക്ടർക്കും കൂടാതെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനും മന്ത്രിമാർക്കും പരാതി നൽകും. ഇക്കാര്യത്തിൽ ഏത് രീതിയിലാണ് നിയമപരമായിട്ടുള്ള നടപടികൾ യുവതി നേരിടുക എന്നുള്ളതാണ് അറിയേണ്ടത്. കോഴിക്കോട് ആകാശ തലത്തിലാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.